സിനിമാ സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് കേരളവും സിനിമാ മേഖലയൊക്കെ നോക്കിയത്. കാര്യം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നമുക്കറിയാം അമ്മ സംഘടനയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അതിന് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്വേതാ മേനോൻ പുതിയ പ്രസിഡന്റ് അധികാരത്തിലേക്ക് കയറുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. കാര്യം ഒരു വനിതയാണ് സിനിമാ രംഗത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വനിത വരുമ്പോൾ വലിയ മാറ്റങ്ങളും പ്രതീക്ഷയുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം തെറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം തെറ്റായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് അമ്മ സംഘടന വലിയ പൊട്ടിത്തെറി കഴിഞ്ഞ ദിവസം രാജിയിലേക്ക് വരെ എത്തിയ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് അമ്മ സംഘടനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സംഘടനയെ അമ്മ എന്ന് വിളിക്കാൻ കേരളത്തിലെ പല ആളുകളും മടിക്കുന്നത് ആ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങളും ആ സംഘടനയിലെ നീതി നിഷേധവും കൊണ്ട് തന്നെയാണ്. ഞാനും ആ സംഘടനയെ AMMA എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിന്റെ തുടക്കം ഇവിടെ നിന്നല്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഇരയാക്കപ്പെട്ട നടിയോടൊപ്പം നിൽക്കാൻ ഈ സംഘടന തയ്യാറായില്ല എന്നതൊരു ഖേദകരമായ യാഥാർത്ഥ്യമാണ്. ആ നടി, അന്ന് ആക്രമണത്തിനിരയായ നടി ഇന്നും AMMയിൽ അംഗമല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, പലപ്പോഴും പല വിഷയങ്ങളിലും ഈ നടീനടന്മാരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളടക്കം AMMA കൈക്കൊണ്ട നിലപാട് എന്താണെന്ന് കേരളീയ സമൂഹം കണ്ടതാണ്. അതിനകത്തിരുന്ന് തിരുത്തൽ ശക്തിയാകാൻ ശ്രമിച്ച പാർവതി തിരുവോത്തിന്റെയും അതോടൊപ്പം തന്നെ റിമ കല്ലിങ്കൽ അടക്കമുള്ളവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഒരു കോക്കസിന്റെ കയ്യിലുള്ള സംവിധാനമാണ്. നേരത്തെ നീണ്ട കാലം ഇടവേള ബാബുവും ഇന്നസെന്റും കൊണ്ടു നടന്ന ഈ സംഘടന, അന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇത്രത്തോളം ശക്തമല്ലാത്തൊരു കാലത്ത് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ സംഘടനയ്ക്കെതിരെ AMMA എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെ ശബ്ദമുയർത്താൻ പലരും മടിക്കുമായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ ശബ്ദമുയർത്തുന്ന ആളുകളെ അവർ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു നീക്കമായിരുന്നു ഇതിന്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അന്ന് നടന്നിരുന്നത്. എന്നാൽ കാലം മാറി AMMAയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹം കൂടി അറിയാൻ തുടങ്ങി. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് മുമ്പാണ് ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടായത്. അന്ന് ആദ്യഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇരയായ നടിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് AMMA നടത്തിയ ഇടപെടലുകൾ എല്ലാവരും കണ്ടതാണ്. എന്നാൽ പ്രതിസ്ഥാനത്ത് മലയാള സിനിമ തന്റെ കയ്യിൽ കൊണ്ടുവന്ന ഒരു നടൻ, അദ്ദേഹത്തിന് പിന്നീട് കോടതി വെറുതെ വിട്ടു. അദ്ദേഹം ആ നടൻ പ്രതിയായതിനു ശേഷം AMMA എടുത്ത നിലപാട് എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അത് മാത്രമല്ല, ഇരയാക്കപ്പെട്ട നടി ഇപ്പോഴും ഈ സംഘടനയ്ക്കകത്ത് ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നിർഭാഗ്യവശാൽ ഈ നടിയെ ചേർത്ത് പിടിക്കുന്നതിൽ ഈ സംഘടന പരാജയമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുശേഷമാണ് ബാബുരാജ് ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ തലപ്പത്ത് വരുന്നു. പിന്നീട് 2025 ആഗസ്റ്റ് മാസത്തിലാണ് ശ്വേതാ മേനോൻ ഇതിന്റെ പ്രസിഡന്റായി കടന്നു വരുന്നത്. ശ്വേതാ മേനോൻ വരുമ്പോഴും വലിയ തർക്കങ്ങൾ സംഘടനയ്ക്കകത്തുണ്ടായിരുന്നു. അതിനുശേഷം ആ തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാതെ ശ്വേതാ മേനോൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നേരത്തെ സംഘടനയുടെ ഭാരവാഹിയായിരുന്ന നടൻ സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണം, സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ഒരു സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തൽ, ആ സ്ത്രീയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കമ്മിറ്റി AMMA കമ്മിറ്റി പിരിച്ചുവിടുകയും പിന്നീട് ശ്വേതാ മേനോൻ അധ്യക്ഷയായ പുതിയൊരു കമ്മിറ്റി വരുന്നതും. അതിനുശേഷം ഇതിനകത്ത് ചേരിപ്പോര് രൂക്ഷമായിരുന്നു. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മലയാള സിനിമയിലെ ഒരു യുവനടി, അതായത് അൻസിബ ഹസൻ നടത്തിയ തുറന്നു പറച്ചിൽ, അവരോടൊപ്പം ചേർന്ന് കുറെ ആളുകൾ, മറ്റു ചില ആളുകൾ ശ്വേതാ മേനോന്റെ പക്ഷത്ത്, അത്തരത്തിൽ പരസ്പരം വിഴുപ്പലക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ പരസ്പരം തമ്മിൽ തല്ലുന്ന, പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംഘടനയായി AMMA മാറി. മലയാള അഭിനേതാക്കൾക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി രൂപീകരിച്ച സംഘടന നിർഭാഗ്യവശാൽ രാഷ്ട്രീയ പാർട്ടിയെ പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ചേരിപ്പോര് നടത്തി തമ്മിലടിക്കുന്ന ഒരു സംഘടനയായി അധപ്പതിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ബാക്കി പത്രമാണ് ഇന്നലെ ഉണ്ടായ സംഭവം. എന്തായാലും ഇതിനകത്ത് സ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. AMMA അംഗങ്ങളായിട്ടുള്ള നടന്മാർക്കെതിരെയാണ് മലയാള തമിഴ് സിനിമയിലൊക്കെ പ്രവർത്തിച്ച ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് ആ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ തള്ളിപ്പറയാനും കുറ്റാരോപിതരായ ആളുകളെ സംരക്ഷിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുന്ന നിലപാടായിരുന്നു ഈ AMMA എന്ന സംഘടനാ ഭാരവാഹികളുടെ ഭാഗത്തു ഉണ്ടായത്. എന്തായാലും ഇത് കലങ്ങി മറിയുന്നു. ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. പിഷാരടി, അതായത് രമേശ് പിഷാരടി, പാലക്കാട് MLA കൂടിയായ രമേശ് പിഷാരടി, KV ഗണേഷ് കുമാർ അടക്കമുള്ളവരാണ് അഡ്ഹോക് കമ്മിറ്റിയിലെ അംഗങ്ങൾ. എന്ത് കമ്മിറ്റി രൂപീകരിച്ചാലും ഇത് ഒരു മുൻനിര താരങ്ങളുടെ കളിപ്പാവയായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഏത് ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടർ വന്നാലും ഈ സംഘടനയെ നന്നാക്കാനൊന്നും കഴിയില്ല. പക്ഷേ സ്ത്രീകൾ നയിക്കുന്ന സംഘടനയ്ക്കകത്ത്, അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്നലെ വരെ നയിച്ച സംഘടനയ്ക്കകത്ത് സ്ത്രീകൾക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ, അതോടൊപ്പം തന്നെ
ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന വിവാദ വിഷയങ്ങളിൽ ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്കൊപ്പം AMMA നിന്നില്ല എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ സ്ത്രീകളോട് അല്ലെങ്കിൽ സെലിബ്രിറ്റികളായി കേരളത്തിലെ സ്ത്രീകളടക്കമുള്ളവർ സെലിബ്രിറ്റികളാക്കി മാറ്റിയ ആളുകൾ ചെയ്ത ഒരു കൊടിയ അനീതിയുടെ ബാക്കി പത്രമാണ് ഇപ്പോൾ അതിലുള്ള ആളുകൾക്കെതിരായി വരുന്ന അതിലെ ആളുകൾ തന്നെ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയും. ഒരിക്കലുമില്ല. സ്ത്രീകൾക്ക് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു സ്ത്രീ അമ്മയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ അധികാരത്തിലേക്ക് എത്തുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, നടിയെ ആക്രമിച്ച കേസ്, അത്തരത്തിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടെടുക്കും. ഒരു പുരുഷൻ സ്ഥാനത്ത് നിന്ന് മാറുകയും അവിടേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടാണ് കേരളം നോക്കിക്കണ്ടതും സിനിമാ മേഖലകളിലുള്ളവർ പോലും ഒന്ന് കണ്ടത്. പക്ഷെ വീണ്ടും ഒരു സ്ത്രീ അല്ലെങ്കിൽ ശ്വേതാ മേനോനെ പോലെ ഒരു നടി സ്ത്രീ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പോലും വീണ്ടും ആരോപണങ്ങൾ അല്ലെങ്കിൽ വീണ്ടും അപമാനിക്കപ്പെടുകയും ഇരയാകുകയും ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ആർക്കൊപ്പമാണ് ഇവർ നിൽക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന നിലപാടാണോ ഇന്നും അമ്മയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയിൽ ഇന്നും ആ നിലപാടാണോ നടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ചേട്ടൻ പറഞ്ഞതുപോലെ ഇനി ആര് വിചാരിച്ചാലും ഇതൊന്നും ഈ സംഘടനയെ നന്നാക്കാൻ കഴിയില്ലെങ്കിൽ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത്. സർക്കാർ ഇടപെടില്ല എന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഇടപെടേണ്ട ആവശ്യം ഇതിലില്ല, ഇത് അമ്മയുടെ അകത്തുള്ള പ്രശ്നമാണ് എന്ന് പറയുന്നത്. ഇനി ഒരു പുതിയ കമ്മിറ്റി രൂപീകരിച്ചാൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് അൻസിബ അടക്കം. കാര്യം ഒരു വിഭാഗം ഇന്നും ചേരി തിരിഞ്ഞ് അൻസിബയ്ക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അൻസിബ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ അൻസിബ പറയുന്നത് ശരിയല്ല എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അവിടെ ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പരിഗണനയും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ അവർ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീയെ തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ മറ്റ് സ്ത്രീകൾക്ക് ആശ്വാസമായിരുന്നു, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടത്. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇരയാവുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇരയാകാനുള്ള സാഹചര്യം പോലും ഇല്ലാതാകുമെന്ന് കരുതിയെടുത്ത് നിന്ന് വീണ്ടും സ്ത്രീകൾക്ക് പരാതി പറയേണ്ടി വരുന്നത് അത് ആ സംഘടനയുടെ പരാജയമാണ്. സത്യത്തിൽ ഇത്തരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നത് പോലെ നടത്തുന്നതിനപ്പുറത്തേക്ക് ഈ സംഘടന പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കേരളത്തിന് ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത്. ആ സംഘടന പിരിച്ചുവിടുന്നതായിരിക്കും. പിന്നെ മറുവശത്ത് ഒരു ചോദ്യമുള്ളത്, കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ കണക്കുകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അവർ പറയാതെ പോകുന്നത് നീതി ലഭിക്കാതെ പോയ ഇരയാക്കപ്പെട്ട താൻ ചേർത്ത് നിർത്തുമെന്ന് പ്രതീക്ഷ, അല്ലെങ്കിൽ താൻ ചേർത്ത് നിർത്തേണ്ട പല സ്ത്രീകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു ആ സംഘടനയിൽ. അവരെന്തുകൊണ്ട് തഴഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. ആർക്കൊപ്പമാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആർക്കൊപ്പമുള്ള നിലപാടാണ് ഇവരിപ്പോഴും എടുത്തിരിക്കുന്നത്? നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല. സർക്കാർ പറയുന്നത് സംഘടനയ്ക്ക് അകത്തുള്ള പ്രശ്നമാണ്, സർക്കാർ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ്. സംഘടനയിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ സംഘടന പിരിച്ചുവിടുന്നത് നല്ലത്. അതായിരിക്കും ഈ സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട സ്ത്രീകളോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല നീതി എന്ന് പറയുന്നത്. തീർച്ചയായും മലയാള സിനിമയിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പും അത്തരത്തിൽ ഇരയാക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെ ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു. അവരൊന്നും രംഗത്ത് വരാത്തത് ഇത്തരത്തിൽ പിന്തുണയില്ലാത്തത് കൊണ്ടാണ്. എന്തായാലും കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊന്നും ഒരു ഗുണവുമില്ലാത്ത ഈ സംഘടന പിരിച്ചുവിടുന്നതായിരിക്കും ഉചിതമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.